പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെയാ കാണുക. ഈ മനുഷ്യന്റെ നേർചിത്രം മരണസമയത്ത് അല്ലാഹു പുറത്ത് കൊണ്ടുവരും. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ജനങ്ങളുടെ മുമ്പിൽ ഒരുപക്ഷെ നല്ല ആളൊന്നും ആയിരിക്കണമെന്നില്ല, പക്ഷെ ആള് നല്ല ആളായിരിക്കും. പക്ഷെ ജനങ്ങൾക്കറിയില്ല ആ ആള് നല്ല ആളാണ് എന്ന് അള്ളാഹു തെളിയിച്ചു തരും ആ മനുഷ്യൻ മരിക്കുമ്പോൾ. ഹദീസിൽ പുണ്യനബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നൽ അബ്ദ ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്നഹ ഫീമാ യബ്ദു ലിന്നാസ് വഹുവ മിൻ അഹ്ലിൻ നാർ. ജനങ്ങളുടെ കണ്ണിൽ സ്വർഗത്തിലേക്ക് പോകുന്നവർ ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, പക്ഷെ അയാൾ നരകവാസിയായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വഇന്നൽ അബ്ദ ലയഅമലു മിൻ അമലി അഹ്ലിൻ നാർ ഫീമാ യബ്ദു ലിന്നാസ്. ജനങ്ങളുടെ കണ്ണിൽ നരകത്തിലേക്ക് പോകുന്ന ആളാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നവരുണ്ട്. വഹുവ മിൻ അഹ്ലിൽ ജന്ന. ആ മനുഷ്യൻ സ്വർഗവാസിയായിരിക്കും. അതുകൊണ്ട് മരണാസന്നരാകുന്ന ആളുകളുടെ അവസ്ഥകൾ പഠിക്കണമെന്ന ഇഹ്തിവാർ എന്നാണ് ഇതിന് അറബിയിൽ പറയാ. മരണം ഫേസ് ടു ഫേസ് കാണുന്ന ഏതാനും മിനിറ്റുകളുണ്ട്. ആ സമയത്ത് സംസാരിക്കാൻ കഴിയുന്നവർ ചില കാര്യങ്ങൾ പറഞ്ഞു തരും. അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് ആളുകൾ സംസാരിച്ചു. നമ്മൾ ആ വഴിയിലാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിനെ ഒരു വസിയ്യത്ത് എന്ന് വിളിക്കാം. അതൊരു സാരോപദേശമാണ്. അതൊരു മുമ്പിലുള്ള ആളുകൾക്കുള്ള പാഠമാണ്. അങ്ങനെ ചില വസിയ്യത്തുകൾ പുണ്യ അമ്പിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, സ്വഹാബികൾ, കാരണം അവർ യാഥാർത്ഥ്യമാണ് കൺമുമ്പിൽ കാണുന്നത്. ഇനിയൊരു തിരിച്ചു പോക്കില്ല, ഒരിക്കലും തിരിച്ചു പോകില്ല. മരണത്തിന് കീഴടങ്ങുകയാണ്. അറിവും ജ്ഞാനവും യുക്തിയും നൽകപ്പെട്ട ആളുകൾ, അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾ, അവർക്ക് മരണത്തിൻ്റെ സമയത്ത് അള്ളാഹു തആല ചില ഉത്ബോധനങ്ങൾ, അകം ബോധം അള്ളാഹു നൽകുമെന്നാണ്. അതുകൊണ്ടാണ് സത്യവിശ്വാസിയായ മുഅ്മിനായ ഒരു മനുഷ്യൻ മരണാസന്നനായാൽ ബുശ്ശിറ ബിറഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിൻ്റെ അനുഗ്രഹം അവർക്കുണ്ടാകുമെന്ന് സന്തോഷവാർത്ത നൽകപ്പെടും. വഹളറത്തിൽ മലായിക, അല്ലാഹുവിൻ്റെ മലക്കുകൾ അവരുടെ മരണത്തിന് സാക്ഷികളാകാനെത്തും. അല്ലാഹുവിൻ്റെ മലക്കുകൾ ആസന്നരാകും. ഫഖാലൂ, കരുണയുടെ റഹ്മത്തിന്റെ മലക്കുകൾ ആ മനുഷ്യനോട് പറയും, അയ്യത്തുഹറൂഹു ത്വയ്യിബ, അല്ലയോ പരിശുദ്ധമായ ശുദ്ധമായ ആത്മാവേ, ഉഖ്റുജി ഇലാ റഹ്മത്തിൻ മിനല്ലാഹി തആല വറിദ്വാൻ, നീ അല്ലാഹുവിൻ്റെ തൃപ്തിയിലേക്കും അല്ലാഹുവിൻ്റെ കരുണയിലേക്കും ഇങ്ങോട്ട് ഇറങ്ങിപ്പോരേണമേ. ആത്മാവിനോട് മലക്കുകൾ പറയും, നീ പോര് അല്ലാഹുവിൻ്റെ റഹ്മത്തിലേക്ക്. വറബ്ബിൻ ഗൈരി ഗളബാൻ, ദേഷ്യപ്പെടാത്ത അല്ലാഹു ആണ് നിന്നെ കാത്തിരിക്കുന്നത്. ഫതഖ്റുജു റൂഹ്, അങ്ങനെയാണ് റൂഹ് പുറപ്പെടുന്നത്. അല്ലാഹു ആ മരണം നമുക്ക് നൽകട്ടെ. ആമീൻ. വഇന്നൽ അബ്ദൽ കാഫിറ, എന്നാൽ അല്ലാഹുവിനെ നിഷേധിച്ച ആളുകൾ, പടച്ചതമ്പുരാൻ ഇല്ല എന്ന് പറഞ്ഞവർ, ദൈവമില്ല എന്ന് പറഞ്ഞവർ, പടച്ചവനെ നിഷേധിക്കുകയോ നാസ്തികവാദം കൊണ്ട് നടക്കുകയോ മത നിഷേധം കൊണ്ട് നടക്കുകയോ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ ഹനിക്കുകയോ ചെയ്തവർ, യുക്തിവാദങ്ങളിലേക്ക് പോയവര്, അവിൽ മുനാഫിഖ്, ബോധ്യമാവേണ്ടത് ശരിക്കും ബോധിക്കാതെ നടന്ന കാപഢ്യം കാണിച്ചവര്, ഇദഹ്തളറ, അവർക്കും മരണമാസന്നമായാൽ, ഖീല അയ്യതുഹർ റൂഹുൽ ഖബീഥ, മോശമായ ആത്മാവേ, ഉഖ്റുജി ഇലാ സഖത്തിൻ മിനല്ലാഹി തആല വഗളബ്, അല്ലാഹുവിൻ്റെ ദേഷ്യത്തിലേക്കും കോപത്തിലേക്കും ഇങ്ങ് ഇറങ്ങി വാ. ഫതതഫറഖു റൂഹുഹു ഫിൽ ജസദ്, ആ സമയം ആത്മാവ് പുറത്തു വരാൻ മടിച്ചുകൊണ്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അങ്ങ് ചിന്നിച്ചിതറുമത്രേ. ഫലാ തഖ്റുജു ഇല്ലാ ബിഅനാഹ്, വളരെ പ്രയാസത്തോടുകൂടെ മാത്രമാണ് ശരീരത്തിൽ നിന്ന് മുഴുവനായും ആത്മാവിനെ പിടിച്ചെടുക്കാൻ കഴിയുന്നത്. ഇത് ദൈവനിഷേധത്തിന് അല്ലാഹു ദുനിയാവിൽ വെച്ച് നൽകുന്ന ശിക്ഷയാണ്. അതുകൊണ്ടാണ് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മരണപ്പെടുന്നത് മുസ്ലിമായിട്ടായിരിക്കണം, അല്ലാഹുവിനനുസരിച്ചു കൊണ്ടായിരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
സയ്യിദുന നൂഹ് അലൈഹിസ്സലാം പ്രവാചകന്മാരുടെ വല്ലിപ്പയാണെന്ന് പറയാൻ കഴിയുന്ന ആദം നബി അലൈഹിസ്സലാമിന് ശേഷം ആദ്യമായി വരുന്ന റസൂലാണ്, അള്ളാഹുവിൻ്റെ മുർസലാണ്, റസൂലാണ് നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. റസൂലും നബിയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ്. നബി അല്ലദീ യൂഹാ ഇലൈഹി വലം യുഅ്മർ ബിതബ്ലീഗി. ഇദ്രീസ് അലൈഹിസ്സലാം നബിയാണ്, നൂഹ് അലൈഹിസ്സലാം നബിയും റസൂലുമാണ്. ആദം നബി അലൈഹിസ്സലാം നബിയാണ്, റസൂലായില്ല എന്നാണ്. റസൂൽ എന്ന് പറയുന്നത് വഹി നൽകപ്പെടുകയും ജനങ്ങൾക്കത് എത്തിച്ചു കൊടുക്കാൻ അവർക്ക് ബാധ്യതയാവുകയും ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ അല്ലേ? ഫുള്ളുണ്ടോ? ഇതിപ്പം തുറക്കാനുണ്ടെങ്കിൽ തുറക്കി. عن عبد الله بن عمرو بن العاص رضي الله عنه عبد الله بن عمرو بن العاص رضي الله عنهما അവരെന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് ഇമാം തബറാനി ഉദ്ധരിച്ചു. വളരെ സ്വഹീഹായ ഹദീസ്. وإن من إلا يسبح بحمده ولكن لا تفقهون تسبيحهم إنه كان حليما غفورا إنه كان حليما غفورا. إن نوحا عليه السلام نبي الله نوح عليه السلام حين حضره الموت മരണമാസന്നമായപ്പോൾ 1000-ലേറെ വർഷം ജീവിച്ച നബിയാണ് നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. നൂഹ് നബിയുടെ നാട് ഇറാഖായിരുന്നു. ടൈഗ്രീസ് യൂഫ്രട്ടീസിൻ്റെ ഇടയിലുള്ള മെസപ്പൊട്ടേമിയ എന്നറിയപ്പെടുന്ന നാട്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പൽ നങ്കൂരമിട്ടത് ഇന്ന് ആ സ്ഥലം തുർക്കിയുടെ ഭാഗമാണ്. തൊള്ളായിരത്തി 50 വർഷം നൂഹ് നബി അലൈഹിസ്സലാം ദഅവത്ത് ചെയ്തു എന്നാണ്, പ്രബോധനം ചെയ്തു. അതിനുമുമ്പ് നുബുവത്ത് കിട്ടുന്ന ഒരു 300 കൊല്ലം 400 വയസ്സുള്ളപ്പോഴാണ് നുബുവത്ത് ലഭിക്കുന്നതെന്നാണ്. പ്രവാചകത്വം കഴിഞ്ഞ് 300 കൊല്ലം കഴിഞ്ഞിട്ടാണ്, അതായത് 950 കഴിഞ്ഞ് പിന്നീട് 300 കൊല്ലം കഴിഞ്ഞിട്ടാണ് നൂഹ് അലൈഹിസ്സലാം വഫാത്താകുന്നത് എന്നാണ്. വലിയൊരു 1500 കാലഘട്ടം ജീവിച്ച അത്ഭുത പ്രവാചകനാണ് നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുത്ത് ബൈബിൾ പുസ്തകത്തിൽ നൂഹ് നബിയുടെ പേടകത്തെ സംബന്ധിച്ചുള്ള ചർച്ച ബറക്കത്തും അതുകൊണ്ട് അവരാരും 950 കൊല്ലം എന്നൊക്കെ അങ്ങനെ ഉണ്ടാവുമോ, മനുഷ്യൻ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യവുമായി വിവാദങ്ങൾ വരാതിരിക്കാൻ കാരണം വേദപുസ്തകങ്ങളിലൊക്കെ ഈ പരാമർശങ്ങളുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പറയുന്നത് ആത്യന്തികമാണ്, അതിനപ്പുറത്തേക്ക് പിന്നെ ഒരു ക്വസ്റ്റ്യനുമില്ല. നൂഹ് അലൈഹിസ്സലാം മരണാസന്നരായി നിൽക്കുമ്പോൾ ഖാല ലിവലദിഹി, മക്കളോട് പറഞ്ഞു നൂഹ് നബി അലൈഹിസ്സലാം മോനോട്, ഇന്നി ആമുറുക ബിസ്നതൈനി വൻഹാക അനിസ്നതൈൻ, മോനെ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നും 2 കാര്യങ്ങൾ ചെയ്യരുത് എന്നും മോനെ നിന്നോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു. നൂഹ് നബിയുടെ 4 മക്കളെയാണ് ചരിത്രം പരിചയപ്പെടുത്തിയത്. ഹാം, യാഫിത്ത്, കൻആൻ, മറ്റൊരു മകൻ സാം. ഹാം, യാഫിത്ത്, കൻആൻ, ഈ 4 മക്കളാണ്. ഇതിൽ കൻആൻ മുസ്ലിമാവാതെ മരിച്ചുപോയ ആളാണ്. ഈ മക്കളിൽ ഒരു മോനോട്, അതാരാ നമുക്കറിയില്ല, പുണ്യനബി തങ്ങൾ പറഞ്ഞ വളരെ സ്വഹീഹായ ഹദീസാണിത്. 2 കാര്യങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാം മരണനാസന്നരായപ്പോ, ഹീന ഹദറഹുൽ മൗതു, മരണം അടുത്തേക്ക് വന്നപ്പോ മഹാനവറുകൾ അള്ളാഹു നൽകുന്ന ചില അറിവുകൾ മക്കളിലേക്ക് കൈമാറുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മക്കളെ, മോനെ, 2 കാര്യം നിങ്ങൾ ചെയ്യണം, 2 കാര്യം ചെയ്യരുത്. എന്താ ചെയ്യണം എന്ന് പറഞ്ഞത്? 1, ആമുറുക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്,
ആരാധിക്കപ്പെടാൻ അർഹതയുള്ളത് അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല മോനെ. ഇത് പഠിപ്പിക്കുകയും ബോധിക്കുകയും ചെയ്ത പ്രവാചകനാണ് ഞാൻ. അതുകൊണ്ട് ആരാധന അല്ലാഹുവിനോട് മാത്രം, ഇബാദത്ത് അല്ലാഹുവിൻ്റെ മാത്രമാണ്. മനുഷ്യ പ്രകൃതത്തിൽ ഈ ആരാധനയുണ്ടെന്നാണ്. അത് അല്ലാഹുവിന് കൊടുത്തിട്ടില്ലെങ്കിൽ അത് വല്ല കളിക്കാർക്കെങ്കിലും കൊടുക്കും. അപ്പോഴേ ഈ കട്ടൗട്ടും അതും ഇതും അവരുടെ ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ സാഡാവുക, അവരേതെങ്കിലും ഗെയിമിൽ തോറ്റുപോയാൽ ഇവിടെ വെള്ളം കുടിക്കാണ്ട് നടക്കുക, ഇമാതിരി ഭ്രാന്ത് വരും. ഇബാദത്ത് അള്ളാഹ്ക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അത് വേറെ ആർക്കെങ്കിലും കൊടുക്കുക, അല്ല വല്ല ദൈവത്തിനോ വല്ല വിഗ്രഹത്തിനോ ഒക്കെ അവർ പൂജിക്കും. ആരാധന, എല്ലാ മതങ്ങളും ആരാധന ചെയ്യുന്നുണ്ടല്ലോ, എല്ലാ മനുഷ്യർക്കും ആരാധന ഉണ്ട്. പൈസയെ ആരാധിക്കുന്നവരുണ്ട്, വേണമെങ്കിൽ പറയാം, അതൊരു ആലങ്കാരിക പ്രയോഗമായേക്കാം. സ്വന്തം ശരീരത്തെ തന്നെ ആരാധിക്കുന്നവരുണ്ട്. എപ്പോഴും ചുറുക്കും ഭംഗി നോക്കി നടക്കല പരിപാടി. ഏതു നേരവും ശരീരം 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 എന്ന് പറഞ്ഞാൽ നടക്കുള്ളൂ. അതൊരു തരം ആരാധനയാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാൾക്ക് പടച്ച തമ്പുരാൻ മതി. അല്ലാഹു ഹസീബ് ഹസ്ബുഹു, അല്ലാഹു മതി, അല്ലാഹു മതിയായവനാണ്. അതുകൊണ്ട് മോനെ, ആമുറുക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കണമേ. കാരണം എന്ത്? ഫഇന്നസ് സമാവാതി വൽ അർദ് ലകാനതാ ലൗ കാനതാ ഹൽഖതൻ ലഫസമത്ഹുന്ന. ആകാശലോകങ്ങൾ ഒന്നാകെ ഒരു റിങ്ങായി വട്ടക്കണ്ണിയായി ഒട്ടിച്ചേർന്ന് കിടക്കുകയാണെങ്കിൽ തന്നെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടത് പൊട്ടിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യമാണ്. ആരാധനക്കർഹൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവാണ് എന്ന അറിവ്, അത് പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ അറിവാണ്. ഇത് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ ചൊല്ലാറുണ്ട്. അല്ലാഹു തആല ആ ചൊല്ലുന്നതിന്റെ മുമ്പ് നമ്മളോട് കാര്യം പറഞ്ഞു, ഫഅലം, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾ അറിയണം, നിങ്ങൾ പഠിക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, there is no deity, nothing worthy of worship except Allah. ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒരു ദൈവമോ ഒന്നുമേ ഇല്ല അല്ലാഹു ഒഴികെ. ഇത് നിങ്ങൾക്ക് ബോധിക്കണം. അതിൻ്റെ അറിവാണ് നമ്മുടെ വായനയിലൂടെയൊക്കെ കിട്ടുക, പ്രഭാഷണങ്ങളിലൂടെ, വായനയിലൂടെ, അറിവിലൂടെ ലഭിക്കുന്നത്. അല്ലാഹുവിനെ സംബന്ധിച്ച് അറിയണം, എന്നിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ആരാധന അല്ലാഹുവിലേക്ക് മാത്രമായി മാറും. വഅമുറുക ബിസുബ്ഹാനല്ലാഹി വബിഹംദിഹി, മോനെ നിങ്ങളെപ്പോഴും സുബ്ഹാനല്ലാഹി വബിഹംദിഹി ചേർത്ത് പിടിക്കണമേ, ചൊല്ലിക്കൊണ്ടിരിക്കണമേ. എന്ന് ചൊല്ലി നോക്കി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് എപ്പോഴും മോൻ ഓർക്കണമേ, അത് ചൊല്ലണമേ, അത് ബോധിക്കണമേ. സുബ്ഹാനല്ലാഹ് എന്താ അതിനർത്ഥം? ഒരു ന്യൂനതയുമില്ലാത്തവനാണ് അല്ലാഹുവേ നീ. ഞങ്ങൾ ന്യൂനതയുള്ളവരാ. കുറച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഉറങ്ങും. ഈ വേളൊരു 5 മണിക്കൂറൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഉറങ്ങിയിരിക്കും. നമ്മൾ 8:50 തുടങ്ങിയത്, അപ്പോൾ 9:50 10:50 ആകുമ്പോൾ ഞാൻ നിർത്തും ഇൻഷാ അല്ലാഹ്. 2 മണിക്കൂർ ധാരാളമാണ്. ഇതൊരു 5 മണിക്കൂറൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എവിടെയും പോയില്ലെങ്കിൽ ഇവിടെ കിടന്നെങ്കിലും ഉറങ്ങും അല്ലേ? പിന്നെ മൈക്ക് ഓപ്പറേറ്റർമാർ ഒരു പോലും ഇത് കഴിഞ്ഞിട്ട് കൊണ്ടുപോകാനുള്ളതാണ്. അതുകൊണ്ട് എന്തായാലും ഓരിയിരിക്കും. ബാക്കിയുള്ളവർ ഒന്നുകിൽ ഉറങ്ങും അല്ലെങ്കിൽ എണീറ്റ് പോയി കിടന്നുറങ്ങും അല്ലേ? വീട്ടിലേക്ക് എത്തിയിട്ടെങ്കിലും കിടക്കും. എന്തേ? നമ്മൾ ക്ഷീണിക്കുന്നുണ്ട്, നമ്മൾ തളരും. 24 മണിക്കൂറൊന്നും നമുക്ക് ഊർജ്ജസ്വരമായി നിൽക്കാൻ പറ്റില്ല. ഒരു 16 hours 17, ഇനി വേണമെങ്കിൽ ഒരു 20 മണിക്കൂർ പിന്നെ നമ്മൾ ഉറങ്ങിയിരിക്കും. എന്നാൽ അല്ലാഹു ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം, അജയ്യനായ അല്ലാഹുവിനെ ഒരു ഉറക്കമോ തൂങ്ങിയുറക്കമോ ഇല്ല. തൂങ്ങിയുറക്കം, അതിനാണ് സിനത്ത് എന്ന് പറയാം. ഡ്രൗസിനെസ്, സ്ലംബർ, ഇതൊന്നും അല്ലാഹുവിനെ ബാധിക്കുന്നില്ല. ഉറക്കമില്ല പടച്ച തമ്പുരാൻ. അല്ലാഹു ഉറങ്ങുന്നവനല്ല. പടച്ചവനൊരു സെക്കൻഡ് ഇറങ്ങിയാൽ ഈ പ്രപഞ്ചം തീർന്നു. അല്ലാഹുവിൻ്റെ കൺട്രോളാണിത്. അല്ലാഹു ഉറങ്ങുന്നവനല്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ ഒരു ന്യൂനതയുമില്ലാത്തവനാണ് നീ. നമുക്ക് ആരോഗ്യം ക്ഷയിക്കും. യുവാവായിരുന്ന സമയത്തുള്ള ആ ഒരു ഊർജ്ജസ്വലത വയസ്സാകുമ്പോൾ ഉണ്ടാവോ? ഇല്ല, പറ്റില്ല. നമ്മൾ ക്ഷയിക്കുകയാണ്. തളർന്ന് നമ്മുടെ വാർദ്ധക്യത്തിലേക്ക് നീങ്ങുകയാണ്.
മരിക്കണമെന്ന് മരിക്കാന്ന് ആലോചിക്കുമ്പോഴേക്കും പേടിയുള്ള ഒരാണായാലും പെണ്ണായാലും മരിക്കേ പഠിച്ചവനെ എന്നെ കൊണ്ട് ആലോചിക്കാൻ പറ്റൂല, മരിക്കണ വേളൊക്കെ ആണെങ്കിൽ ഞാൻ എണീറ്റ് പോകട്ടോ, അങ്ങനെയൊക്കെ ആലോചിച്ച് വരുന്നവരുണ്ടാവും. മരണത്തെ പറ്റി പറഞ്ഞ് പേടിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഇരിക്കൂല, എൻ്റെ കൂടെ കേൾക്കാനാവില്ല. എന്തേ? ആലോചിക്കാൻ വയ്യ മരിക്കുന്നത്. എന്നാൽ അതേ മനുഷ്യൻ 70, 80, 90 വയസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലാഹുവേ ബാത്റൂമൊക്കെ നടക്കാൻ വരെ എന്നെക്കൊണ്ട് വയ്യാണ്ടായി, എൻ്റെ കുട്ടികളും എൻ്റെ പേരക്കുട്ടികളും എന്നെക്കൊണ്ട് കഷ്ടപ്പെടാറായി, ഇനി ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. പണ്ടൊക്കെ ചാലിയത്തുനിന്ന് ഫറൂഖിലേക്ക് നടന്നിരുന്നു, രാമേട്ടയിലേക്ക് നടന്നിരുന്നു, കോഴിക്കോട്ടേക്ക് ബോട്ടും കയറി ബേപ്പൂരിലൂടെ അങ്ങനെ കടന്നു പോയിരുന്നു. ഇപ്പം അതൊന്നും വയ്യ. അല്ലാഹുവേ ഇനിയൊരു തിരിച്ചുപോക്ക് എനിക്കില്ല, ക്ഷയിച്ചിരിക്കുകയാണ്, വയ്യ. പിന്നെ എണീറ്റ് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും, കിടപ്പിലാവും. അപ്പം മനസ്സുകൊണ്ട് പറയും പടച്ചോനെ നീ എന്നെ കൊണ്ടുപോയിക്കോ, എന്തിനാ അവിടെ വെക്കണത്? നമ്മൾ മാനസികമായി മരണത്തിന് വേണ്ടി റെഡിയാവുന്ന, ആരോഗ്യം ഉണ്ടാവുമെന്ന് റെഡിയാവില്ല. പക്ഷെ അല്ലാഹു ആയുസ് തന്നാൽ മെല്ലെ മെല്ലെ നമ്മളതിനെ പാകപ്പെടും. ക്യാൻസർ രോഗമാണെന്ന് വിചാരിക്കും, അല്ലാഹു രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ. ഇത്തരം അസുഖങ്ങളെ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. ആദ്യം കേട്ടുകഴിഞ്ഞാൽ ഡോക്ടർ ഡയഗ്നോസ് ചെയ്തു, അതാണെന്ന് തോന്നുന്നു, ബോംബെയിലേക്കൊന്ന് അയച്ചു നോക്കട്ടെ സാമ്പിൾ. എങ്ങനെ പൂഴ്ത്തി വെച്ചാലും രോഗിക്ക് മനസ്സിലാവത് അല്ലേ? ആദ്യത്തെ 1-2 മാസം ഉറക്ക് ശരിയാവില്ല. അല്ലാഹുവേ ഇനി എന്ത് സംഭവിക്കുന്നു? പിന്നെ മാനസികമായി അതിലേക്ക് മെല്ലെ മെല്ലെ പൊരുത്തപ്പെടാൻ തുടങ്ങും, അഡ്ജസ്റ്റ് ആവാൻ തുടങ്ങും. ദിവസങ്ങൾ എണ്ണിത്തീരുകയാണ്, കഴിയാറായി എന്ന തോന്നൽ വരും. അല്ലാഹുവേ സുബ്ഹാനല്ലാഹ്, ഇതൊന്നും നിന്നെ ബാധിക്കുന്നില്ല റബ്ബ്, ഇതൊന്നും നിന്നെ ബാധിക്കുന്നില്ല തമ്പുരാനെ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്, നീ ക്ഷയിച്ചു പോകുന്നില്ല, നിനക്ക് രോഗമില്ല, നിനക്ക് വാർദ്ധക്യമില്ല, നിനക്ക് ഉറക്കമില്ല, നിനക്ക് അശക്തതയില്ല, ന്യൂനതകളില്ല. ഇതൊക്കെ ഞങ്ങൾക്കാണുള്ളത്. സുബ്ഹാനല്ലാഹ്, നീ പരിശുദ്ധനാണ് റബ്ബേ. വബിഹംദിഹി, അല്ലാഹുവേ നിന്നെ ഞങ്ങൾ മുക്തകണ്ഠം സ്തുതിക്കുന്നു റബ്ബേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു പടച്ചവനെ. അല്ലാഹുവേ എല്ലാ നന്ദിയും അർഹിക്കുന്നത് നീയാണ് റബ്ബേ, എല്ലാ നന്ദിയും. നിങ്ങൾക്ക് ശമ്പളം കിട്ടിയെന്ന് വിചാരിക്കുക, കടലിൽ നിന്ന് മത്സ്യം കിട്ടിയെന്ന് വിചാരിക്കുക, രണ്ടും ഉടമസ്ഥൻ മത്സ്യം വരുമ്പോൾ അല്ലാഹു വെച്ചതാ, മനുഷ്യന്മാർ കൊണ്ടിട്ടതല്ല. അപ്പം നമുക്ക് ഡയറക്റ്റ് ബോധ്യപ്പെടും ഇത് പടച്ച തമ്പുരാൻ്റെ ഇടപെടല. ജോലി ചെയ്യുമ്പോൾ ആ എംപ്ലോയർ എനിക്ക് ശമ്പളം തന്നപ്പോൾ എൻ്റെ റിസ്ക് അയാളല്ലേ തന്നത്, പടച്ചവനല്ലല്ലോ എന്ന് തോന്നണ്ട. എന്തേ? ആ മനുഷ്യൻ്റെ ഖൽബിൽ അള്ളാഹു ഇട്ടുകൊടുത്തൊരു തോന്നലാണ് നിങ്ങളെ അവിടെ എംപ്ലോയ് ചെയ്യാൻ തോന്നിയത്. ഇല്ലെങ്കിൽ എത്ര കാൻഡിഡേറ്റ്സ് വേറെ വന്നിരുന്നു, അവരൊക്കെ മാറ്റി നിങ്ങൾക്ക് ആ ജോലി കിട്ടിയില്ലേ? നിങ്ങൾക്കൊരാളെ ഭക്ഷണം കൊണ്ടുതന്നു, ആ മനുഷ്യൻ്റെ മനസ്സിൽ തോന്നണം നിങ്ങൾക്ക് ആ ഉപകാരം ചെയ്തു തരണം, അല്ലെങ്കിൽ നടക്കൂല. നിങ്ങൾക്കൊരു സൗഹൃദം വേണം, ആ മനുഷ്യന്റെ ഖൽബിൽ നിങ്ങളോടൊരു ഇഷ്ടം അള്ളാഹു ഇട്ടുകൊടുക്കണം, അല്ലെങ്കിൽ നടക്കില്ല. നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും സംഭാവന തരണം, സ്വതക്ക തരണം, പടച്ചതമ്പുരാൻ അവരുടെ ഖൽബിൽ നിങ്ങളോട് ഒരു മഹബത്ത് അള്ളാഹു ഇട്ട് കൊടുത്താലേ ആ അനുഗ്രഹം നിങ്ങളിലേക്ക് ആ മനുഷ്യരിലൂടെ വരുള്ളൂ. അതുകൊണ്ട് അനുഗ്രഹങ്ങളുടെയൊക്കെ അടിസ്ഥാനം അതർഹിക്കുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അള്ളാഹുവേ നിനക്ക് സ്തുതി റബ്ബേ. ഈ 2 വചനങ്ങൾ മക്കളെ നിങ്ങൾ മറക്കരുതേ. ആമുറുക ബിസിനതൈനി വഅൻഹാക ബിസിനതൈൻ, 2 കാര്യങ്ങൾ ചെയ്യണമെന്നും 2 ചെയ്യരുത് എന്നും നിങ്ങളോട് പറയുന്നു. ചെയ്യാൻ പാടില്ലാത്തത് ആമുറുക ബിസുബ്ഹാനല്ലാഹി വബിഹംദിഹി, അതൊന്ന് വിശദീകരിച്ചു നബിതങ്ങൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് മുറുകെ പിടിക്കണമേ. ഫഇന്നഹാ സകാത്തുൽ ഖൽഖി വബിഹാ യുർസഖൂൻ, എല്ലാ ജീവികളുടെയും പുരോഗതി, അവരുടെ പരിശുദ്ധി സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നതിലൂടെയാണ്. അല്ലാഹുവേ നീ പരിശുദ്ധനാണ് എന്ന് പറയുന്നതാണ് സൃഷ്ടികളുടെ പരിശുദ്ധി. നമ്മൾ പരിശുദ്ധരാകുന്നത് നമ്മുടെ സ്രഷ്ടാവ് പരിശുദ്ധനാണെന്ന് പറയുമ്പോഴാണ്. ഒരുത്തർ പറയില്ലേ, എനിക്ക് മന്ത്രിയുടെ നമ്പർ അറിയാം, MLA നമ്പർ അറിയാം, ഞാൻ വിളിച്ചാൽ മുമ്പ് ഇടപെടും. ചിലപ്പോൾ ഇടപെടുമായിരിക്കും, ചിലപ്പോൾ മന്ത്രിനെ എഴുതിച്ചിട്ടുണ്ടാവും എടുക്കരുത് എന്ന്, അങ്ങനത്തെ നമ്പർ ഉണ്ടാവും ചിലപ്പോൾ. എന്നാലും വീമ്പ് പറയും എനിക്ക് ഭയങ്കര ബന്ധാണ്. എന്താ പൊലിമ ആളുകൾക്കൊക്കെ. നമ്മുടെ കൂടെ അള്ളാഹുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു VIP തരം തോന്നണ്ടേ? ശരിക്കും എൻ്റെ കൂടെ അള്ളാഹുണ്ട്, നിങ്ങളുടെ കൂടെ ഒരു MLA ഉണ്ട്, മെമ്പർ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് നിങ്ങളുടെ ഒക്കെ ഒരു അഭിമാനം. ഇവിടെ ഓരോരുത്തരുടെയും കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ സകാത്തുൽ ഖൽഖ്
ഒരു കുറവില്ലാത്ത ആളാ എൻ്റെ റബ്ബ്. എന്നാൽ നിങ്ങളെ മന്ത്രി അടുത്ത ഇലക്ഷനിൽ തോറ്റാൽ പിന്നെ 5 കായിൻ്റെ വില കിട്ടുമോ? കിട്ടൂല. അത് ടെമ്പററിയാണ്, വളരെ താൽക്കാലികമാണ്. എന്നാലും നമ്മൾ എന്താ മേന്മ പറയല്? അല്ലാഹു സുബ്ഹാനല്ലാഹി വബിഹംദിഹി, നീ പരിശുദ്ധനാണ് റബ്ബേ എന്ന് പറയുന്നത് സകാത്തുൽ ഖൽഖ്, സൃഷ്ടികളുടെ പരിശുദ്ധിയാണത്. നമുക്ക് അല്ലാഹു നൽകുന്ന വലിയൊരു മഹത്വം എൻ്റെ റബ്ബ് ഒരു ന്യൂനതയുമില്ലാത്തവനാണ് എന്ന് പറയുന്നിടത്താണ്. വബിഹാ യുർസഖൂൻ, സൃഷ്ടികൾക്ക് മുഴുവനും ഭക്ഷണം നൽകപ്പെടുന്നതും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ആ ഒരു ദിക്റിന്റെ പൊരുൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നത്. അപ്പൊ കടലിൽ പോകുന്ന ആൾക്കാരായതുകൊണ്ട് എന്ത് ചെയ്യണം? ധാരാളം ചൊല്ലണം സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. മാപ്പിള കലാസികൾ ഈ ജാലിയത്താരൊക്കെ തന്നെയല്ലേ ഉണ്ടായിരുന്നത് അല്ലേ? പഴയ കാലത്ത് ബസ് മറിഞ്ഞാലൊക്കെ കയറിട്ട് പൊന്തിക്കാൻ മാപ്പിള കലാസികൾ വന്നിരുന്നു. അവർക്ക് ചില ദിക്റൊക്കെ ഉണ്ടായിരുന്നു. മാഷാ അല്ലാഹ്. അപ്പം ഇല്ലേ അവരൊക്കെ ആ ഒരു തലമുറ ഉണ്ടോ? മാഷാ ഉണ്ടോ? ദിക്റുകൾ ചൊല്ലിയിട്ട് ഭാരം ചുമക്കുക. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട്, ബദരീങ്ങളുടെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട്, ദിക്റുകൾ ചൊല്ലിക്കൊണ്ട്, അതൊക്കെ വലിയൊരു മനോഹരമല്ലേ? വബിഹാ യുർസഖൂൻ, മക്കളെ നിങ്ങൾ അറിയണമേ, നിങ്ങൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നത് പോലും അതിൻ്റെ വലിയൊരു കാരണം അള്ളാഹു പരിശുദ്ധനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും വബിഹംദിഹി, അള്ളാഹുവിന് നിങ്ങൾ നന്ദി ചെയ്യുകയും ചെയ്യണം. അപ്പോഴേ റിസ്ക് കിട്ടുള്ളൂ എന്നാ. എന്നല്ലാതെ ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാതെ അറിയാതിരുന്നാൽ അതിൻ്റെ ആ ഒരു സത്ത കിട്ടാൽ ഭൂമിക്കുള്ളിൽ വെച്ചാൽ ഇത്ര നാൾ ഇന്ന സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് ആറ്റിക്കുറുക്കിയെടുത്ത ഔഷധമായിരുന്നു കുടിച്ചിരുന്നത് എന്ന് കുടിക്കുമ്പോൾ ബോധമല്ലെങ്കിൽ ആ മനുഷ്യനത് ആസ്വദിക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹി വബിഹംദിന്റെ അർത്ഥം എന്താണെന്ന് അറിയാതെ നടന്നാൽ ആ ദിക്റിന്റെ പൊരുൾ നമുക്ക് ലഭിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് ഈസ് ട്രാൻസെൻഡന്റ്, അല്ലാഹു എല്ലാവിധ ന്യൂനതകളിൽ നിന്നും മുക്തനാണ്. വബിഹംദിഹി, all praises are due to Allah, എല്ലാ പ്രകീർത്തനങ്ങളും അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. പക്ഷെ മനുഷ്യരോട് നന്ദി പറയണം എന്ന് വിചാരിച്ച് ഒരാളൊരു ഉപകാരം ചെയ്യുമ്പോൾ ഞാൻ അള്ളാഹിനോട് നന്ദി പറയും പോയിക്കോ, അങ്ങനെയല്ല. അയാളോട് നന്ദി പറയണം. കാരണം മല്ലം യഷ്കുരിന്നാസ ലം യഷ്കുരില്ലാ, ജനങ്ങളോട് നന്ദി പറയാതിരുന്നാൽ അള്ളാഹുവിനോട് നന്ദി പറയൽ ശരിയാവില്ല. അള്ളാഹുവിനോട് നന്ദി പറയുന്നതോടൊപ്പം മനുഷ്യരോട് നിങ്ങൾ നന്ദി പറയണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നന്ദി നിങ്ങളുടെ മനസ്സിലുണ്ട്. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്, ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ്. ഈ ഈമാനോടുകൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ വബിഹാ യുർസഖൂൻ, ആ ഈമാൻ കൊണ്ടാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നത് എന്ന് നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. وَإِن مِّن شَيْءٍ إِلَّا يُسَبِّحُ بِحَمْدِهِ وَلَكِن لَّا تَفْقَهُونَ تَسْبِيحَهُمْ إِنَّهُ كَانَ حَلِيمًا غَفُورًا. എല്ലാ ജീവജാലങ്ങളും സർവചരാചരങ്ങളും, ചരങ്ങളും അചരങ്ങളും, ജീവനുള്ളതും ജീവനില്ലാത്തതും, കല്ലും മണ്ണും തെങ്ങും ഒക്കെ, ഈ തെങ്ങിൻ തോപ്പിലെ തെങ്ങിൻ്റെ മട്ടലുകളും ഇവിടുത്തെ പുല്ലും ഇവിടുത്തെ മണൽത്തരികളടക്കം ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അല്ലാഹുവിന് അൽഹംദുലില്ലാ പറയുകയും സുബ്ഹാനല്ലാഹ് പറയുകയും ചെയ്യാത്തതായിട്ട് പ്രപഞ്ചത്തിൽ ഒന്നുമേ ഇല്ല. അപ്പൊ അതെന്താ നമ്മൾ കേൾക്കുന്നില്ലല്ലോ? വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല, നിങ്ങൾക്ക് കേൾക്കുന്നില്ല എന്ന് മാത്രം, നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. എന്നാൽ പ്രപഞ്ചത്തിലുള്ള മുഴുവനും അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നു. സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു പറയാൻ എല്ലാം ചെയ്യുന്നുണ്ട് സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലയും. അതുകൊണ്ട് നൂഹ് നബി സുബ്ഹാനല്ലാഹി വബിഹംദിഹി മുറുകെ പിടിക്കണേ മോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ മുറുകെ പിടിക്കണേ, രണ്ടെണ്ണമാ പറഞ്ഞു കൊടുത്തു. ഇത് രണ്ടും ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ അനിവാര്യതയാണ്. വൻഹാക അൻ ഇസ്നതൈൻ, മോനെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. ഒന്ന് അനിശ്ശിർക്ക്, അള്ളാഹുവിന്റെ പരമമായ അധികാരം മറ്റാർക്കും പകുത്തു കൊടുക്കരുത്. അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിന്റെ അസ്മാഉകളുടെ മഅനകൾ, അത് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അതുപോലെ ഒരാളും അർഹിക്കുന്നില്ല റബ്ബല്ലാതെ. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അറിവുള്ള ആലിമീങ്ങളുണ്ട്, പക്ഷെ അള്ളാഹുവിന്റെ ഇൽമിന് പോലെയല്ല ആലിമീങ്ങളുടെ ഇൽമ്, അല്ലേ? വ്യത്യാസമുണ്ട്. അള്ളാഹുവിന്റെ ഇൽമ് അള്ളാഹുവിന്റെ ദാത്തിന്റെ ഭാഗമാണ്, അസലിയാണ്. നമ്മുടെ ഇത് മുക്തസബാണ് എന്ന് പറയും, നമ്മൾ പഠിച്ചുണ്ടാക്കുന്നതാ. അള്ളാഹുവിൻ്റെ ഇതിന് ആവശ്യമില്ല.
അതുകൊണ്ട് ശിർക്ക് ചെയ്യരുതേ, ബഹുദൈവ ആരാധന ചെയ്യരുത് മോനെ, ബഹുദൈവ ആരാധന ചെയ്യരുത്. പിന്നെ പറഞ്ഞു അനിൽ കിബിരി, അഹങ്കാരവും പാടില്ല മോനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് ശ്രദ്ധിച്ചു കേൾക്കണം, നല്ല വസ്ത്രമിടുക, നല്ല ചെരുപ്പ് ധരിക്കുക, ബ്രാൻഡ് സാധനം വാങ്ങിക്കുക, എനിക്ക് വല്ല കുഴപ്പമുണ്ടോ എന്നൊരാൾക്ക് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ മറുപടി ഈ ഹദീസിലുണ്ട്. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ കിബ്രിൻ. അഹങ്കാരം ഒരു ആറ്റത്തിന്റെ അത്ര, ആറ്റെന്ന് പറഞ്ഞാൽ തന്നെ കണ്ണുകൊണ്ട് കാണാത്ത സാധനം, അത്ര ചെറിയ അഹങ്കാരം ഒരു മനുഷ്യന്റെ കൽബിലുണ്ടെങ്കിൽ ആ മനുഷ്യന് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോൾ ഖാലൂ, സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അഹങ്കാരം എന്ന് പറയുന്നത് അഹദുനാ യുഹിബ്ബു അൻ യകൂന തൗബുഹു ഹസന, നല്ല വസ്ത്രം ധരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടാറുണ്ട്, മുന്തിയ വസ്ത്രങ്ങൾ, വനഅലുഹു ഹസന, നല്ല ചെരുപ്പുകൾ ധരിക്കുന്നവരാണ് ഞങ്ങൾ, നല്ല വസ്ത്രവും നല്ല ചെരുപ്പും, അതിനോട് ബാക്കിയുള്ളതൊക്കെ ഉപയോഗിച്ചോളൂ. ഈ നല്ല സാധനങ്ങൾ ഉപയോഗിക്കുന്നത് നബിയെ അതാണോ അഹങ്കാരം എന്നുകൊണ്ട് അങ്ങ് ഉദ്ദേശിച്ചത്? അപ്പൊ നബി ഞങ്ങളുടെ മറുപടി, ഇത് അഹങ്കാരമല്ല, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു സൗന്ദര്യമുള്ളവനാണ്, സൗന്ദര്യം അല്ലാഹുവിന് ഇഷ്ടമാണ്. അപ്പോ താടിമുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊണ്ടു നടക്കുക, തലമുടി എണ്ണ തേക്കുക, നെയിലൊക്കെ ഒന്ന് ട്രിം ചെയ്യുക, കട്ട് ചെയ്യുക. ഇങ്ങനെ പൂച്ചകളെ പോലെ നെയിൽ വളർത്തി നടക്കുന്ന ഒരു ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നഖം മുറിക്കൽ പ്രവാചകന്മാർ മുഴുവൻ ലോകത്ത് പഠിപ്പിച്ച ഫിത്രത്തിൽപ്പെട്ടതാണെന്നാണ്. മനുഷ്യന്റെ ശരീരത്തിലെ അൺവാണ്ടഡ് ഹെയറുകൾ റിമൂവ് ചെയ്യുക, ഇതൊക്കെ അമ്പിയാക്കന്മാർ പഠിപ്പിച്ചു പോയ സംഗതികളാണ്. വൃത്തിയായി കൊണ്ടു നടക്കലും ഭംഗിയാവലും, നല്ല വസ്ത്രം, നല്ല ഭംഗിയുള്ളത് വസ്ത്രം, അതിൻ്റെ അലങ്കാരം, അതിന് യാതൊരു വിരോധവും ഇല്ലെന്നാണ്. പിന്നെ എന്താ പ്രശ്നം? ഫഖർ വരരുത്, ഞാൻ മുന്തിയ ആളാണ്, എൻ്റെ അടുത്ത് ബ്രാൻഡുകളാണ്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നല്ലത് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അഹങ്കാരം തോന്നരുത്. ഇത്രയേ അതിൽ വിഷയമുള്ളൂ. തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, നല്ല വസ്ത്രവും നല്ല ചെരുപ്പും ഇടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അതല്ല അഹങ്കാരം. അള്ളാഹു ഭംഗിയുള്ളവനാണ്. ഭംഗിയുള്ള സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾ ഭംഗിയാവുന്നത് ഒന്നും അള്ളാഹുവിന് പ്രശ്നമല്ല. പക്ഷേ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എന്താവരുത്, പുറത്തേക്ക് അന്യ ആളുകളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അന്യ ആളുകൾക്കിടയിൽ ഇടപഴകുന്ന രീതിയിൽ ആവരുത് എന്ന് മാത്രം. നിങ്ങളുടെ ഭംഗി അത് സൂക്ഷിക്കാനുള്ളതാണ്. നബി തങ്ങൾ പറഞ്ഞു, അൽ കിബ്റു, കിബ്ർ എന്ന് പറഞ്ഞാൽ അഹങ്കാരം, അണുമണി തൂക്കമുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞ അഹങ്കാരം. ബത്റുൽ ഹഖ്, സത്യം ബോധ്യപ്പെട്ടിട്ട് സത്യം അംഗീകരിക്കാതിരിക്കലാണ്. വഗംതുന്നാസ്, ജനങ്ങളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാതിരിക്കലുമാണ്. ജനങ്ങളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാതിരിക്കുക, ജനങ്ങളോട് അഹങ്കാരത്തോടെ പെരുമാറുക, സത്യം ബോധ്യപ്പെട്ടാൽ അത് അംഗീകരിക്കാതിരിക്കുക, ഈ സ്വഭാവം നിഷിദ്ധമാണ്. എന്നല്ലാതെ വസ്ത്രം നന്നാവലോ ചെരുപ്പ് നന്നാവലോ അഹങ്കാരമല്ല. നിങ്ങൾക്ക് അഭിമാനമുണ്ടായിക്കോട്ടെ, പക്ഷേ അതുകൊണ്ട് അഹങ്കാരം തോന്നരുത്. നൂഹ് അലൈഹിസ്സലാം മകനോട് ചെയ്യരുത് എന്ന് പറഞ്ഞ രണ്ടെണ്ണം. ഒന്ന്, അല്ലാഹുവേതര ഒരു ദൈവത്തെയും ഇബാദത്ത് ചെയ്യരുത്, ആരാധിക്കരുത്. അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങൾ, അത് ആർക്കും അള്ളാഹുവിനല്ലാതെ റബ്ബിൻ്റേത് മറ്റൊരാൾക്ക് ചാർത്തിക്കൊടുക്കാൻ പാടുള്ളതല്ലാതെ ശിർക്കാണ്, അള്ളാഹു ഇഷ്ടപ്പെടില്ല. പിന്നെ പറഞ്ഞു, നിങ്ങൾ അഹങ്കാരം കൊണ്ട് നടക്കരുത്, സത്യം ബോധ്യപ്പെടുമ്പോൾ അത് അംഗീകരിക്കണം, ജനങ്ങളെ ബുദ്ധിമുട്ടാക്കരുത്. ഇങ്ങനെ മരണാസന്നരായ നബി നൂഹ് അലൈഹിസ്സലാം മക്കളോട് സദുപദേശം നൽകുന്നു. കാരണം മരണമെന്നത് യാഥാർത്ഥ്യം അല്ലാഹു വെളിവാക്കി തരുന്ന സമയമാണ്. യഅഖൂബ് നബി അലൈഹിസ്സലാം വവസ്സാ ബിഹാ ഇബ്രാഹീം ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ ഇസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം 200 വയസ്സുള്ളപ്പോഴാണ് വസിയത്ത് ചെയ്യുന്നത്, മരണപ്പെടുന്നത്. 200ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാം വഫാത്താകുന്നത്. ഇബ്രാഹിം നബി കിടക്കുന്നത്, വിശ്രമിക്കുന്നത്, മഹാനുടെ ഖബറുള്ളത് ഫലസ്തീനിലാണ്.
നമ്മുടെ ഖലീലിലാണ്, ഹിബ്രോൺ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇത് തന്നെയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാമും. യാക്കൂബ് നബി ഇബ്രാഹിം നബിയും, ഇബ്രാഹിം നബിന്റെ പേരക്കുട്ടിയാണ് യാക്കൂബ് നബി. ആ യാക്കൂബ് നബീന്റെ മറ്റൊരു പേരാണ് ഇസ്രായീൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് യാ ബനി ഇസ്രായീല, ഇസ്രായേൽ മക്കളെ എന്ന് ഖുർആൻ വിളിക്കുന്നത് യാക്കൂബ് നബിന്റെ മക്കളെ, യാക്കൂബ് നബിന്റെ മക്കളിലൂടെ ലോകത്ത് വന്നവരെ എന്ന് പഠിപ്പിക്കാനാണ്. യാക്കൂബ് നബിയും മക്കളോട് പറഞ്ഞു, യാ ബനിയ, എൻ്റെ മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, അല്ലാഹു നിങ്ങൾക്ക് പടച്ചവനെ മനസ്സിലാക്കാനും ആരാധിക്കാനുമുള്ള ഒരു ദീൻ, വിശുദ്ധ ഇസ്ലാം അല്ലാഹു നിങ്ങൾക്ക് തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, അതുകൊണ്ട് നിങ്ങൾ മരിക്കുന്ന നേരം മുസ്ലിമായിട്ട് മരിക്കണം, യുക്തിവാദിയായിട്ട് മരിക്കരുത്, നിരീശ്വരവാദിയായി പോകരുത് എന്ന് പ്രവാചകൻ ഇബ്രാഹിം നബിയും യാക്കൂബ് നബി അലൈഹിസ്സലാമും മക്കളെ ഉപദേശിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. കാരണം മരണസമയത്താണ് യാഥാർത്ഥ്യങ്ങൾ മുന്നോട്ട് വരുന്നത്. അല്ലാഹു തആല ആ മരണം അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത വസിയത്തുകളുണ്ട്. തങ്ങൾ വഫാത്താകാനുള്ള ആ അടുത്ത സമയം തങ്ങൾ ചെയ്ത ചില വസിയത്തുകളുണ്ട്. ഒരുപാട് വസിയത്തുകളുണ്ട്. അതിൽ വളരെ പ്രസക്തമായത് മാത്രം നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ലാ യജ്തമിഉ ഫീ ജസീറത്തിൽ അറബി ദീനാൻ, ഹബീബായ നബി തങ്ങൾ പറയുകയായിരുന്നു, അല്ലാഹുവിന്റെ സന്ദേശം ലോകത്തിന് കൈമാറാൻ വന്ന അന്ത്യപ്രവാചകരാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബാലയം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണി തീർത്തുമ്പോൾ, പുനർനിർമ്മാണം നടത്തുമ്പോൾ, പണിതത് ആദം നബിയാണ്, പുനർനിർമ്മിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ആ പുനരുദ്ധാരണം നടക്കുമ്പോൾ അതാണ് വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത്, കഅബാലയത്തിന്റെ അസ്ഥിവാരത്തിന്റെ മേലോട്ട് ഇബ്രാഹിം നബി എടുത്തു പണിയുമ്പോൾ അസ്ഥിവാരം അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. അത് നഷ്ടപ്പെട്ടതാണ് അതിന്റെ ചുമരുകളൊക്കെ. ആ ഫൗണ്ടേഷനിൽ നിന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാല ഉയർത്തുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ ആരുണ്ടാക്കി? നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം മഅൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകളോടുകൂടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഭവനം ഉണ്ടാക്കിയത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ഏകനായ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ 6-ാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോൾ കഅബാലയം ബഹുദൈവ ആരാധനയുടെ മേഖലയായി മാറിയിട്ടുണ്ടായിരുന്നു. അവിടെ 360 ബിംബങ്ങൾ ഉണ്ടായിരുന്നു. പുണ്യനബി ഞങ്ങൾ വളരെ വിഷമിച്ചു. കാരണം അവിടുത്തെ വല്ലിപ്പ ഉണ്ടാക്കിയത് അല്ലാഹുവിന്റെ ആരാധനയ്ക്ക് വേണ്ടിയാണ്, ബഹുദൈവങ്ങളെ ആരാധിക്കാനല്ല. ആ വിഷമത്തോടുകൂടെ കഅബാലയത്തിന്റെ മുമ്പിൽ 360 ബിംബങ്ങൾ പൂജിക്കപ്പെടുന്ന മക്കയിലെ ആ ഒരു ചുറ്റുപാടിൽ നിബിധങ്ങൾ മാനസികമായ പ്രയാസം അനുഭവിച്ചപ്പോഴാണ് ഹിറാ ഗുഹയിൽ പോകാൻ തുടങ്ങിയത്. ഹിറാ ഗുഹയിൽ പോകുന്നത് കഅബാലയത്തിന് മുമ്പിൽ നടക്കുന്ന ഈ പരിപാടി കാണാൻ പറ്റാത്തത് കൊണ്ടാണ്. തങ്ങൾക്ക് എതിർക്കാൻ പറ്റിയില്ല. ജനങ്ങളെ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അദൃശ്യനാണ്, കണ്ണുകൊണ്ട് കാണപ്പെടാത്തവനാണ് ഈ ലോകത്ത്. എന്നാൽ നാളെ അല്ലാഹു കാണിച്ചു തരും. നമ്മുടെ കണ്ണെന്ന ചെറിയ ഈ സാധനത്തോളം അല്ലാഹു ചെറുതാവണം എന്ന് റബ്ബിനെ കുറിച്ച് വാശി പിടിക്കുന്നത് അല്ലാഹുവിന്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തലാണ്. നമ്മുടെ എനിക്ക് അല്ലാഹനെ കാണണമെന്ന് പറഞ്ഞു, എന്താ നീ എന്ന് പറയുന്നത്? ചെറിയൊരു മനുഷ്യനല്ലേ? നിന്റെ 2 കണ്ണെന്ന് പറഞ്ഞാൽ നിന്റെ ശരീരത്തിലെ ഏറ്റവും ചെറിയ 2 ഐബോൾ. ഈ കണ്ണിന്റെ മുമ്പിൽ കാണാൻ മാത്രം ഈ കാണുന്ന കോടിക്കണക്കിന് ഗാലക്സികളെ പടച്ച തമ്പുരാൻ നിന്റെ മുമ്പിലേക്ക് ചെറുതായി വരണം എന്നാണോ നീ പറഞ്ഞതിനർത്ഥം? നിന്റെ കണ്ണുകൊണ്ട് കാണാൻ, നിന്റെ കണ്ണുകൊണ്ട് കാണാൻ എത്ര ഗാലക്സികൾ കാണാൻ പറ്റും? ഒന്നുപോലും മുഴുവൻ കാണാൻ പറ്റില്ല. എന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയ പടച്ചോനെ നീ ചെറുതായി കാണാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ ഈ ലോകത്ത് കണ്ടുകൊണ്ട് കാണാൻ കഴിയില്ല. മൂസ നബി അലൈഹിസ്സലാമിനോട് ലൻ തറാനീ, എന്നെ കാണാൻ കഴിയില്ല മൂസ നബിയെ. എങ്ങനെ? ഐ ഫി ദുനിയ, ഈ ദുനിയാവിൽ കാണാൻ കഴിയില്ല, നാളെ പരലോകത്ത് കാണും. ആ അല്ലാഹുവാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവെന്ന് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടും അത് ശ്രദ്ധിക്കാതെ വന്നപ്പോഴാണ് മനം തൊന്നുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ ഹിറാ ഗുഹയിലേക്ക് പോകുന്നത്. ഇബാദത്ത് 15 വർഷത്തോളം നബി തങ്ങൾ ഹിറാ ഗുഹയിൽ പോയിട്ടുണ്ട്. കഅബാലയത്തിന്റെ രൂപം ഇങ്ങനെ കാണാൻ പറ്റും ഹിറാ ഗുഹയിൽ ചെന്നാൽ. ഹിറാ ഗുഹയുടെ ഏറ്റവും മുകളിൽ നബി തങ്ങൾക്ക് വഹി ഇറങ്ങിയ ഹിറാ ഗുഹ. അവിടെ പോയവരുണ്ടെന്ന് കൈവയ്ക്കട്ടെ. മാഷാ അല്ലാഹ്, ചാലിത്തരല്ലേ, ആരോഗ്യമുള്ള മനുഷ്യന്മാരല്ലേ, മാഷാ. നിങ്ങൾ പോയില്ലെങ്കിൽ ആരാ പോവാ? അപ്പോൾ അവിടെ ചെന്ന് നോക്കിയാൽ പാറൻ്റെ ഇടയിലൂടെ ഇപ്പോൾ ക്ലോക്ക് ടവർ കാണുന്നുണ്ട്, ഞാനും കണ്ടു. മുമ്പ് കഅബാലയം കാണും. അവിടെ അങ്ങനെ ഇരുന്നാൽ നേരെ നോക്കിയാൽ കഅബാലയം കാണും. ഒരു 2-3 കിലോമീറ്റർ പുറത്ത് കഅബാലയം നോക്കി നബി തങ്ങൾ ഇങ്ങനെ ഇരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം.
അവിടെ ചെന്ന് ഇബാദത്ത് ചെയ്യാൻ പ്രയാസം, കാരണം ചുറ്റും ബിംബങ്ങളാണ്. ഞങ്ങൾ വളരെ വേദനിച്ചിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ അങ്ങനെ ത്യാഗം ചെയ്തുകൊണ്ടാണ് ജനങ്ങളെ ഏകനായ അള്ളാഹുവിന്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്. ഏകം സത്വം ബഹുധാ കൽപ്പയന്തി, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഒന്നു മാത്രമാണ്, അത് വിവിധങ്ങളായി നിങ്ങൾ പേരിട്ട് വിളിക്കുകയാണ്, അത് ഒന്നാണ് എന്ന് മഹർഷിമാരും മുനിമാരും പഠിപ്പിച്ചു പോയ യാഥാർത്ഥ്യം അമ്പിയാക്കന്മാരുടെ വഹയായിരുന്നു അത്. അതുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാം പരിപൂർണമാവുകയും ജസീറത്തുൽ അറബിൽ ഹബീബായ നബി തങ്ങളുടെ ദീൻ പ്രചരിക്കുകയും പരിശുദ്ധമായ ഹജ്ജത്തുൽ വിദാ, ലോകത്തോട് പുണ്യനബി യാത്ര ചോദിച്ച അവസാനത്തെ പ്രഭാഷണം, ആ സന്ദർഭത്തിൽ ഹബീബായ നബി തങ്ങൾക്ക് വഹി ഇറങ്ങുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഇന്ന് ഇസ്ലാമിനെ നിങ്ങൾക്ക് ഞാൻ കംപ്ലീറ്റ് ആക്കി തന്നിരിക്കുന്നു. ഇസ്ലാം പരിപൂർണമാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ വിഷയങ്ങളൊക്കെ കംപ്ലീറ്റഡ് ആണ്. പിന്നെ അതിന് ഓരോന്നും ബന്ധപ്പെട്ട മസലകൾ ലോകം അവസാനം വരെ പുതിയ പുതിയ വിഷയങ്ങൾ വരും. അതിനൊക്കെയുള്ള പരിഹാരം ഈ ദീനിൽ ഇപ്പുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റും. എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ സമ്പൂർണമാക്കി തന്നിരിക്കുന്നു. ഇസ്ലാം നിങ്ങൾക്ക് മതമായി ഞാൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന ആയത്തിറങ്ങിയിരിക്കുന്നു. ഹജ്ജത്തുൽ വിദാ ദുൽഹിജ്ജയാണ്. കഴിഞ്ഞാൽ മുഹറം, സഫർ, റബീഉൽ അവ്വൽ 12 തങ്ങൾ വഫാത്താകുന്നു. 2.25 മാസമേ പിന്നെ അത് ഹജ്ജ് കഴിഞ്ഞ് 2-3 മാസം അത്രയേ നബി തങ്ങൾ ജീവിച്ചുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു ഇസ്ലാം പൂർത്തിയായിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുന്ന ആ ഒരു പ്രസ്ഥാനമേ ഇസ്ലാം മാത്രമേ ജസീറത്തുൽ അറബിൽ പാടുള്ളൂ എന്ന് റസൂലുള്ളാഹി തങ്ങളുടെ വസിയത്തായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നാട് ഇസ്ലാമിന്റെയും ദീനിന്റെയും പേരിലാണ് അറിയപ്പെടേണ്ടത്. ഹബീബിന്റെ വസിയത്താണ് ലാ യജ്തമിഉ ഫീ ജസീറത്തിൽ അറബി ദീനാൻ. അതുമാത്രമല്ല, ഇസ്ലാമിന്റെ ആരംഭം അവിടെയാണ്, അതിന്റെ വളർച്ചയും അവിടെയാണ്. മക്കയിൽ നിന്ന് ആരംഭിച്ച് മദീനയിൽ നിന്ന് വളർന്ന് ഇനി ലോകാവസാനമാകുമ്പോൾ ദീനിന്റെ അടയാളങ്ങൾ ലോകത്തുനിന്ന് തേഞ്ഞുമാഞ്ഞ് ഇല്ലാതെയായി മക്കയിലും മദീനത്തേക്കും മാത്രം ദീൻ ഒതുങ്ങുന്ന സമയം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നദ്ദീന ലയരിസു ബൈനൽ മസ്ജിദൈൻ കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. വേറെയും റിവായത്തുണ്ട്, മദീന, മദീനയിലേക്ക് ദീൻ ഒതുങ്ങി വരും എന്നുമുണ്ട്. ഈ 2 മസ്ജിദുകൾക്കിടയിൽ, അതായത് മസ്ജിദുൻ നബവിയും അൽ മസ്ജിദുൽ ഹറാം, മക്കയിലെ മസ്ജിദ്, കഅബാലയത്തിന് ചുറ്റുമുള്ള പള്ളി, ആ 2 പള്ളികൾക്കിടയിലേക്ക് ഒരു പാമ്പ് അതിൻ്റെ മാളത്തിലേക്ക് തിരിച്ചെത്തുന്ന പോലെ ഇസ്ലാം തുടങ്ങിയിടത്തേക്ക് ആ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്ന വിശുദ്ധമായ വെളിച്ചം ഇനി മക്കയിലേക്ക് മദീനത്തേക്ക് ചുരുങ്ങി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജസീറത്തുൽ അറബിൽ നിന്നാണത്രേ മസീഹുദ് ദജ്ജാൽ വരുന്നത്. ഇന്നഹു റജുലുൻ മിൻ അഹ്ലി ഹാദിഹിൽ ജസീറ, ഈ ഒരു അറേബ്യൻ ഉപഭൂഖണ്ഡ, അറേബ്യൻ പെനിൻസുല, ആ ഉപഭൂഖണ്ഡത്തിന്റെ ഒരു ഭാഗത്ത് നിന്നാണ് മസീഹുദ് ദജ്ജാൽ വരുന്നത്. പുണ്യനബി തങ്ങൾ പറഞ്ഞു സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസ്, ഇന്നൽ മസീഹദ് ദജ്ജാൽ യദ്ഖുലു കുല്ല ബലദിൻ ഇല്ലാ മക്കത വൽ മദീന. മക്കയിലേക്കും മദീനയിലേക്കും ഒഴികെ ലോകത്തിന്റെ എല്ലാ നഗരങ്ങളിലേക്കും മസീഹുദ് ദജ്ജാൽ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയുടെ അരികത്തേക്ക് അവൻ എത്തുമ്പോൾ ജലസ ഫീ ബഅദി സിബാഖി ഫർതജ്ജത്തിൽ മദീന, മദീനയുടെ അരികത്തേക്ക് എത്തുന്ന പരിസരങ്ങളിൽ അവൻ വന്നിരിക്കുമ്പോഴേക്കും മദീനയിൽ ഒരു ഭൂകമ്പമുണ്ടാകും. ഔ റജഫത 3 റജഫാത്തിൻ, 3 ഭൂകമ്പങ്ങൾ മദീനയിൽ ഉണ്ടാകും. അപ്പോഴേക്കും മദീന അപകടമാണ്, മദീനയിൽ ഭൂകമ്പമാണ് എന്ന് പറഞ്ഞ് മദീനയിലെ എല്ലാ മുനാഫിക്കുകളും വിശ്വാസിനികൾ, കപടന്മാരായവർ മദീനയിൽ നിന്ന് പുറത്തേക്ക് ഓടും. ഫഖറജ ഇലൈഹി കുല്ലു മുനാഫിഖിൻ വ മുനാഫിഖാ. അങ്ങനെയാണ് മസീഹുദ് ദജ്ജാലിന്റെ വരവ്. ആ മസീഹുദ് ദജ്ജാലിനെ ആദ്യമായി നേരിടുന്നത് ജസീറത്തുൽ അറബിലെ മദീനയിലെ ഒരു ചെറുപ്പക്കാരനാണെന്ന് ഹദീസിലുണ്ട്.
സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, വന്നാസു യുഫ്തനൂൻ, ജനങ്ങൾക്ക് അല്ലാഹു വലിയ പരീക്ഷണം നൽകും മസീഹുദ് ദജ്ജാലിലൂടെ. فيخرج إليه شاب من المدينة هو خير أهل الأرض يومئذ. മദീനയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ മസീഹുദ് ദജ്ജാലിനെ നേരിടാൻ മുന്നോട്ട് വരും. ഹുവ ഖൈറു അഹ്ലിൽ അർളി യൗമഇദിൻ, ആ കാലഘട്ടത്തിലെ ഭൂമിയിലെ തന്നെ ഏറ്റവും നല്ല മനുഷ്യനായിരിക്കും അയാൾ. മസീഹുദ് ദജ്ജാലിനെ കൊല ചെയ്യുന്നത് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാമാണ്. പക്ഷേ മസീഹുദ് ദജ്ജാലിനെ ആദ്യമായി നേരിടുന്നത്, ആദ്യമായി പരാജയപ്പെടുത്തുന്നത് മദീനയിലെ ഒരു യുവാവായിരിക്കും. ആ യുവാവ് അന്നത്തെ ഏറ്റവും നല്ല ഈമാനുള്ള ചെറുപ്പക്കാരനായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ വഖഫ അമാമൽ മസീഹുദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിന്റെ മുമ്പിൽ അവൻ നിൽക്കുമ്പോൾ, ഭയങ്കര ഫിത്നയാണ് മസീഹുദ് ദജ്ജാൽ. ലോകത്ത് ഇതുവരേക്കും ഇത്ര വലിയൊരു ഫിത്ന ലോകത്ത് നടന്നിട്ടില്ല എന്നാണ്. കാരണം മഴ പെയ്യട്ടെ എന്നങ്ങ് പറഞ്ഞാൽ പെയ്യും, നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ നിൽക്കും ചെയ്യും. സ്വർണവും ഖനികളും ഭൂമിയിനുള്ളിൽ നിന്ന് വരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങ് വരും. ഇപ്പോൾ പെട്രോൾ ഡീസലൊക്കെ വരട്ടെ എന്നൊക്കെ വന്ന് പറയും. ചിലപ്പോൾ ഉള്ളിലുണ്ടെങ്കിൽ അത് പുറത്തേക്ക് ഒഴുകും. ഇങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ അവൻ പറയും ഞാൻ പടച്ചവനാണെന്ന് വിശ്വസിക്കണേ എന്ന് പറയും. മാജിക് കണ്ട് വിശ്വസിക്കുന്നവരൊക്കെ എന്ത് ചെയ്യും? ഇവൻ്റെ കൂടെ പോകും. അതുകൊണ്ടാണ് ഇസ്ലാം മാജിക് കൊണ്ടല്ല, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടല്ല ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം മനസ്സിലാക്കേണ്ടത് അറിവും ജ്ഞാനവും കൊണ്ടാണ്. അത്ഭുതങ്ങൾ പലർക്കും ചെയ്യാൻ പറ്റും. മുസ്ലിമീങ്ങൾക്ക് ചെയ്യും, അമുസ്ലിമീങ്ങളായ ആളുകൾക്കും അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും. അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് ചെയ്യും, പിശാചിന്റെ സഹായം കൊണ്ടും അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത്ഭുതം കാണുമ്പോൾ പിന്നാലെ ഓടരുത് എന്നാ. എന്തുകൊണ്ട്? അത്ഭുതങ്ങൾ പിശാചിനും കാണിക്കാൻ പറ്റും. പക്ഷെ ശരീഅത്തുൽ ഇസ്ലാം, അള്ളാഹുവിന്റെ ശരീഅത്ത്, അതാണ് നമ്മുടെ പിടിക്കയർ. ഇസ്ലാം ശരീഅത്ത് മനസ്സിലാക്കണം. അപ്പോഴേ നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റൂ, ശരിയായ ദീൻ അറിയാൻ പറ്റൂ. അത്ഭുതങ്ങളുടെ പിന്നാലെ പോകാൻ പാടില്ല എന്നാ. സ്വാലിഹീങ്ങളും ആലിഫീങ്ങളും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും കറാമത്തുകൾ കാണിക്കും, അത് സത്യമാണ്, അതിൻ്റെ പിറകെ കൂടണം. പക്ഷേ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ് മറ്റുള്ളവർ കാണിക്കുന്നത് അതൊരു പക്ഷേ ഇസ്തിദ്റാജ്. മഹാന്മാർ പറഞ്ഞു അതിൻ്റെ പേര് ഇസ്തിദ്റാജ്. എന്താണ്? ചൂണ്ടൽ പ്രയോഗം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇരയിട്ട് കൊടുക്കാൻ ചില ആളുകളെ പിടിക്കാൻ. മസീഹുദ് ദജ്ജാൽ അത് ചെയ്യും. അപ്പോൾ ആളുകൾ പിന്നാലെ കൂടും. ഈ മനുഷ്യൻ മസീഹുദ് ദജ്ജാലിന് മുമ്പിൽ നിൽക്കുമ്പോൾ അഷ്ഹദു അന്നക ദജ്ജാൽ അല്ലദീ അഖ്ബറനാ അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ റസൂൽ ഞങ്ങളോട് താക്കീത് ചെയ്ത മസീഹുദ് ദജ്ജാലാണ് നീ എന്ന് ആ ദജ്ജാലിനോട് ഈ ചെറുപ്പക്കാരൻ ചെന്ന് പറയും. നീ മസീഹുദ് ദജ്ജാലാണ്. മസീഹുദ് ദജ്ജാൽ ഭയങ്കര ഹൈറ്റിലൊരു മനുഷ്യനാണെന്നാണ്. ഒരു കണ്ണ്, വലത്തെ കണ്ണ് തീരെ ഇല്ല, കണ്ണിൻ്റെ കുഴി പോലും ഇല്ല, ഐ ക്യാവിറ്റി ഇല്ല. അതുകൊണ്ട് ഒരു മുഖത്തിൻ്റെ കവിള് പൊങ്ങിപ്പോയ പോലെ തോന്നുള്ളൂ. ഒരു കണ്ണുണ്ട് ഇടത്തേത്, അതാണെങ്കിലോ മുന്തിരി തള്ളി നിൽക്കുന്ന പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ണാണ്. തീർച്ചയായും അള്ളാഹു ഒരു ന്യൂനതയും ഉള്ളവനല്ല. അതുകൊണ്ട് മസീഹുദ് ദജ്ജാൽ അള്ളയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുതേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനിടയ്ക്ക് നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ ബക്കറ്റുമായിട്ട് വരുന്നുണ്ടായിരുന്നു. നമ്മളൊന്ന് എഴുന്നേറ്റ് 3 സ്വലാത്ത് ഇരുന്നാലോ? 2 സൗകര്യമാണ്. ഒന്ന്, തിരക്കുള്ളവർക്ക് എണീറ്റ് പോകാം. രണ്ടാമത്തേത്, പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തിട്ട് റെഡിയായി നിൽക്കുക. ബക്കറ്റ് വരുമ്പോൾ പിന്നെ തപ്പിയെടുക്കണ്ടല്ലോ, ആദ്യം ഒന്ന് റെഡിയാക്കി വെക്കുക. എന്നിട്ട് 3 സ്വലാത്ത് ചൊല്ലി കയ്യും കാലൊക്കെ ഒന്ന് നനക്കി ഒന്ന് റാഹത്തായിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞ സമയം 10:55 എന്നല്ലേ പറഞ്ഞ്? 10:50 ഇൻഷാ അല്ലാഹ്. ഇനിയുണ്ട് ഒരു 55 മിനിറ്റ് കൂടെ ഉണ്ട്. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. ചൊല്ലിക്കോളി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. പൈസ എടുത്തോ? കാര്യമായിട്ട് ഒന്ന് സംഭാവന ചെയ്യണേ. കൊടുക്കുമ്പോൾ നല്ലൊരു നിയ്യത്ത്, നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ വേണ്ടി. മരിച്ചുപോയ ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും ഖബറിലേക്ക് ഈ ബക്കറ്റ് കൊടുക്കണതേ ഭയങ്കര കൂലുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ മറ്റേതൊക്കെ പേരെഴുതി വായിക്കും,
ഇത് നിങ്ങൾ ഇട്ടെടുത്ത് നിങ്ങൾക്ക് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഇഖ്ലാസോടുകൂടെ ചെയ്യാൻ സാധ്യതയുള്ളതാണ് നമ്മൾ ബക്കറ്റ് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അത് ആ ഇട്ടത് കിട്ടിയത് എത്രയാണെന്ന് ആർക്കും അറിയില്ല, അതങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് നല്ല നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് ചെയ്യണേ, സംഭാവന ചെയ്യണേ, അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ നാട്ടിലെ മദ്രസയും പള്ളിയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായത്. ഇപ്പം ഉസ്താദന്മാർ നന്നായിട്ട് സംഭാവന പിരിച്ച് നന്നായിട്ട് ലക്ഷങ്ങൾ സദസ്സിൽ നിന്ന് പിരിച്ചു കൊടുക്കുന്ന ഉസ്താദന്മാരുണ്ട്. അത് ഭയങ്കര സേവന അവർ ചെയ്യുന്നത്. അത് നിസ്സാരമായി കണ്ടുകൂടാ. എന്നെക്കൊണ്ടത് പറ്റാത്തൊരു സംഗതിയാണ്. പക്ഷേ അങ്ങനെ അവരത് ചെയ്തത് കൊണ്ടാണ് എത്രയോ പള്ളിയും മദ്രസയും സ്ഥാപനങ്ങളും ഇന്ന് കയറിയത്, അല്ലേ? അങ്ങനെ ചോദിച്ച് വാങ്ങിക്കാൻ പറ്റുന്നൊരു കഴിവ് അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കൊടുക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ പള്ളി മദ്രസ ഉണ്ടാവുമോ? എല്ലാവരും പിന്നെമാര് വെറും വളർന്നു പോയിട്ട് എന്താ കാര്യം? എന്തെങ്കിലുമൊക്കെ പള്ളി കമ്മിറ്റിക്ക് എന്തെങ്കിലും കാര്യം വേണ്ടേ? അല്ലേ ഇപ്പോൾ ഉസ്താദ് വന്നു, ഞങ്ങൾക്കൊരു കാര്യം ഉണ്ടായിട്ടില്ല, മൈക്കും ചിലവേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയില്ലേ? അപ്പോൾ ബാക്കി ഉസ്താദന്മാരൊക്കെ കാര്യമായിട്ട് ആ പണി ചെയ്യുന്നുണ്ട്. എനിക്കത് പറ്റാത്തൊരു പണിയായതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നന്നായിട്ട് സംഭാവന ചെയ്യണം. ഉസ്താദന്മാർ ചോദിക്കുമ്പോൾ കൊടുക്കണം. കാരണം അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ദീൻ നിലനിന്ന് പോകുന്നത്. അതൊന്നും ചെറിയ കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദാനധർമ്മങ്ങളിൽ അള്ളാഹു ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. നമ്മുടെ സമ്പത്തിൽ അള്ളാഹു അതിൻ്റെ ബറക്കത്ത് തരട്ടെ. മക്കളിലും കുടുംബത്തിലും അള്ളാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നൽ മസീഹ ദജ്ജാല യദ്ഖുലു കുല്ലൽ ബിലാദി ഇല്ലാ മക്കത വൽ മദീന. മക്കയും മദീനയും ഒഴികെ ലോകത്തിൻ്റെ എല്ലാ മുഖമൂലകളിലേക്കും മസീഹുദ് ദജ്ജാൽ എത്തുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മദീനയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനാണ് ആദ്യമായി മസീഹുദ് ദജ്ജാലിനെ നേരിടുന്നത്. അപ്പോൾ മസീഹുദ് ദജ്ജാൽ അത് പിടിക്കുക, അവനെ ചലഞ്ച് ചെയ്യാൻ. നീ മസീഹുദ് ദജ്ജാലാണ്, നിന്നെക്കുറിച്ചാണ് പുണ്യനബി ഞങ്ങളോട് പറഞ്ഞത് എന്ന് മസീഹുദ് ദജ്ജാലിനോട് ഈ ചെറുപ്പക്കാരൻ മദീനയിലെ അന്ന് ലോകത്ത് നിലവിലുള്ള ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസീഹുദ് ദജ്ജാൽ പറയും, ഈ ചെറുപ്പക്കാരനെ ഞാനൊന്ന് കൊന്നു കാണിക്കട്ടെ എന്ന് ചോദിക്കും. ഞാനൊന്ന് കൊല ചെയ്യട്ടെ, എന്നിട്ട് ഇവനെ ഞാൻ 2 പാതിയാക്കി നിർത്തും. എന്നിട്ട് ആ 2 പാതിൻ്റെ ഇടയിലൂടെ ഞാൻ നടക്കും. എന്നിട്ട് ഞാൻ അവന് ജീവൻ കൊടുക്കും. ഞാൻ പടച്ചോനാ, നിങ്ങൾ വിശ്വസിക്കുമോ? നോക്കണേ, ഈ ചെറുപ്പക്കാരന് 2 പാതിയാക്കി മുറിച്ച്, ജീവനോടെ മുറിച്ച്, അവൻ്റെ ഇടയിലൂടെ അവൻ നടന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നീ യോജിപ്പിച്ചു വാ എന്ന് പറയും. അപ്പം കൂടുള്ള ആളുകൾ മുഴുവനും എന്നാ ഞങ്ങൾ വിശ്വസിക്കും. അങ്ങനെയൊക്കെ മരിപ്പിച്ചിട്ട് ജീവിപ്പിക്കാൻ കഴിയാതെ പടച്ചവന് മാത്രമല്ലേ കഴിയുന്നത്. നബി തങ്ങൾ പറഞ്ഞു, ഇവൻ്റെ മാജിക്ക് നോക്കിയാൽ നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടും. നിങ്ങൾ ആലോചിക്കേണ്ടത്, ദുന്യാവിൽ അള്ളാഹിനെ കാണാൻ കഴിയില്ല, പിന്നെ മുമ്പിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ പടച്ചോനാന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അവനാണെങ്കിൽ ഒറ്റക്കണ്ണനാണ്, അവറാണ്, അള്ളാഹു ന്യൂനതയുള്ളവനല്ല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? പിന്നെ അവൻ്റെ നെറ്റിയിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് 3 അക്ഷരങ്ങളുണ്ട്. അവൻ പടച്ചവനെ നിഷേധിക്കുന്നവനാണ്. ഇത് എല്ലാ മുഅ്മിനീങ്ങൾക്കും വായിക്കാൻ കഴിയും. അറബി വായിച്ച് പഠിച്ചാലും ഇല്ലെങ്കിലും ഈമാനുള്ളവർക്ക് മുഴുവൻ ഇത് വായിക്കാൻ കഴിയും. ഇപ്പോൾ ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്നവരാണെന്ന് സങ്കല്പിക്കുക, പെട്ടെന്ന് അറബി ഒന്നും പഠിച്ചിട്ടുണ്ടാകും, അപ്പോഴാണ് മസീഹുദ് ദജ്ജാൽ വരുന്നത്. എന്നാലും അവൻ്റെ നെറ്റിയിലെ കഫറ എന്ന വാചകം അവർക്ക് വായിക്കാൻ കഴിയുമെന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുമ്പോൾ ഈ മനുഷ്യന്റെ ചെറുപ്പക്കാരനായ മദീനയിലെ ഏറ്റവും ഖൈറായ മനുഷ്യൻ, ഖൈറു അഹ്ലിൽ അർളി യൗമഇദിൻ ഫയഖ്റുജു ഇലൈഹി ശാബുൻ മിനൽ മദീന. മദീനയിലെ ഒരു യുവാവ് ഇവന്റെ മുമ്പിലേക്ക് ചെല്ലുകയും മസീഹുദ് ദജ്ജാലിന്റെ മുഖത്ത് നോക്കി, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് താക്കീത് തന്ന ആളാണ് നീ എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഈ മനുഷ്യനെ നിർദാക്ഷിണ്യം 2 പാതിയാക്കി ഇവൻ മുറിച്ചു മാറ്റുമെന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയും, ഖും, എഴുന്നേൽക്ക്. 2 പാതിയായി ചോരയൊലിച്ച് കിടക്കുന്ന ശരീരം, മുറിഞ്ഞു കിടക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്നിട്ട് ഖും എന്ന് പറയുമ്പോൾ ഫയസ്തവി ഹയ്യൻ ബിഇദ്നില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ ആ ചെറുപ്പക്കാരന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുകയും ചെയ്യും. അപ്പൊ ഈ ചെറുപ്പക്കാരനോട് മസീഹുദ് ദജ്ജാൽ ചോദിക്കും, അതശ്ഹദു അന്നീ അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണ് എന്ന് നിനക്കിപ്പോ ബോധ്യപ്പെട്ടുവോ? അപ്പൊ ചെറുപ്പക്കാരൻ പറയുന്ന മറുപടി നമ്മൾ ആലോചിക്കണം. മാജിക് കാണുമ്പോൾ ഈമാനും ഇസ്ലാമും നഷ്ടപ്പെടുന്ന അവസ്ഥ വരരുത്. വല്ലാഹി മസ്ദസ്തു ഫീക ഇല്ലാ ബസീറ, നീ കള്ളനാണ് എന്ന് എനിക്ക് കൂടുതൽ ബോധ്യപ്പെടുകയാണ് ഉണ്ടായത്. لأن الرسول صلى الله عليه وسلم أخبرنا بذلك, നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പുണ്യനബി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇത് പറയുമ്പോൾ ഫയുരീദു ദജ്ജാലു അൻ യഖ്തുലഹു, ആ മനുഷ്യനെ കൊല്ലാൻ അവൻ തുനിയും. ഫലാ യുസല്ലതു അലൈഹി, അവനത് സാധിക്കുകയില്ല. ആ ചെറുപ്പക്കാരന്റെ കഴുത്തിൽ അല്ലാഹു ഇരുമ്പിന്റെയോ ചെമ്പിന്റെയോ ഒരാവരണം അല്ലാഹു അണിയിക്കുകയാണ് ചെയ്യുക. അങ്ങനെ മസീഹുദ് ദജ്ജാൽ അവനെ കൊല ചെയ്യാൻ, അവിടെ നിന്നാണ് മസീഹുദ് ദജ്ജാലിന്റെ പതനം ആരംഭിക്കുന്നത്. അങ്ങനെ ഫയുഗാദിറുൽ മദീനത മഖ്ദൂലൻ മഹ്സൂമാ, പരാജിതനായി മദീനയിൽ നിന്ന് അവൻ ഓടുകയാണ് ഉണ്ടാവുക. എന്നിട്ടാണ് ഷാമിലേക്ക് പോകുന്നത്, ഫലസ്തീനിലേക്ക് പോകുന്നത്. അവിടെ വെച്ചാണ് ഈസ നബി അലൈഹിസ്സലാം അവനെ കൊല്ലുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജസീറത്തുൽ അറബ് ഇസ്ലാമിന്റെയും ഈമാനിന്റെയും അടിസ്ഥാന ഈറ്റില്ലമാണ്. അവിടം അള്ളാഹുവിനെ ആരാധന ചെയ്യുന്ന ആബിദീങ്ങളെ ഉണ്ടാകാവൂ. അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു